ഇന്നലെ ആദ്യം ഞങ്ങൾ പറഞ്ഞാണ് പഞ്ചാബിനോട് മുട്ടാൻ നിൽക്കണ്ട, പ്രാവശ്യം മുട്ടിയ പഞ്ചറായി പോകുന്നു. അല്ല എത്രക്കിപ്പോ പഞ്ചറായി എന്ന് പറയാനുള്ള ഡയലോഗ് മാത്രം എന്താ ഇങ്ങളെ നാട്ടിൽ വന്നിട്ട് നിങ്ങളെ തോൽപ്പിച്ചോ? അതല്ലല്ലോ, എത്ര 11 റണ്ണ് പറഞ്ഞാലേ അവിടെ വലുതാണ്. കാരണം എന്താ അറിയോ, അവിടെ ഞങ്ങൾക്ക് ടോസ് പോയി. അവിടെ ടോസ് കിട്ടിയ ടീം രണ്ടാമത് ബാറ്റ് ചെയ്യുക, ജയിക്കുക സ്ഥിരം പരിപാടിയാണ് അഹമ്മദാബാദില്. കഴിഞ്ഞ 6 T20 അവിടെ നടന്നതിൽ രണ്ടാമത് ബാറ്റ് ചെയ്തവർ 5 വട്ടം ജയിച്ചത്. ഞങ്ങൾ ഫസ്റ്റ് ബാറ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ ജയിച്ചതാ. പറ്റൂല. ഞങ്ങൾ അയ്യരൊക്കെ മുൻകൂട്ടി കണ്ട് വെടിക്കെട്ട് അടിച്ച് പറത്തി തീരുമാനമാക്കി ഒരു റൺ ഉണ്ടാക്കി വെച്ച് അത് നിങ്ങളെ കൊണ്ട് തൊടാൻ പറ്റൂല. ഞങ്ങൾ അതുപോലെ അടിച്ചില്ലേ, എവിടെ ഇറങ്ങിയോലൊക്കെ അടിച്ചു. അതുകൊണ്ടൊന്നും നിങ്ങളെ ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് അനുകൂലമായ കണ്ടീഷൻ, ടോസിന്റെ ആനുകൂല്യം, എന്നിട്ട് നിങ്ങൾ തോറ്റു എന്ന് മാത്രമല്ല വിജയകുമാർ വൈശാഖൊക്കെ നിങ്ങളെ പറ്റിച്ച് അവിടെ എത്തിയാണ്ട് ഓഫ് സ്റ്റമ്പിന്റെ മറ്റേ വൈഡിന്റെ ഗൈഡ് ലൈനിൽ കൂടി എറിഞ്ഞ് തൊടാൻ പറ്റാതെ തീരുമാനമാക്കി. അത് ആ ബട്ട്ലർ ആണെങ്കിൽ ഉണ്ടല്ലോ അടിച്ച് പരത്തിനു. റുദർഫോർഡിന് ചെറുതായിട്ട് അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് ബട്ട്ലർ നമ്മള് ബാറ്റുമ്പോ കൊണ്ട് കുറ്റി ഇളകി പോയില്ലേ. അത് പിന്നെ അവസാന നിമിഷം പിന്നെ എന്ത് ചെയ്യാന്ന് മുട്ടിക്കാനൊന്നും പറ്റില്ല. ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ കുറെ ചാടി കളിച്ചാലും അങ്ങോട്ട് എത്തൂല ഞങ്ങൾക്ക് അറിയായിരുന്നു. അതിനൊക്കെ ഞങ്ങളെ ക്യാപ്റ്റൻ 97 റൺസ് അടിച്ചത് മാത്രമല്ല മൂപ്പര ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടിട്ടുള്ള തീരുമാനങ്ങൾ കാര്യങ്ങള് ഒക്കെ കൂടെയാണ് ഉഷാറായി. എന്നിട്ട് എന്താ നിങ്ങൾ തോറ്റി നിങ്ങൾ നിർത്തിക്കളി 97 അന്നിപ്പോ സെഞ്ചുറി ഒന്നും കണ്ടില്ല. സെഞ്ചുറി വേണ്ടല്ലോ. എപ്പൊ 97 എത്തിയാണ് ചെക്കൻ അവിടെ നിർത്തിക്കാണ്ട് ഇപ്പത്തെ ചെങ്ങായി ഇങ്ങനെ അടിക്കുക ശശാങ്ക് സിംഗ്. അതാണ് ഞങ്ങൾ ടീം. എന്തൊരു സെൽഫിഷ് സെൽഫിഷ്. ഓന്റെ സ്കോറിന് വേണ്ടിട്ട് ഓനെ പറഞ്ഞു. ഞങ്ങളെ ക്യാപ്റ്റൻ പോയി ഉണ്ടാക്കിയൊക്കെ പറയും സെഞ്ചുറി നോക്കണ്ട, ടീമിന്റെ വിജയം കളി കഴിഞ്ഞിട്ട് അവരെ മുന്നിൽ ഇങ്ങനെ പറഞ്ഞു പോണത് കാണില്ലേ. അങ്ങോട്ട് പറഞ്ഞത് തിരിച്ചു പറഞ്ഞൂടെ എന്ത് പണി എല്ലായിടത്തും ഉണ്ട്. അയ്യരന്നെ കാര്യങ്ങൾ പറഞ്ഞതാ. അയ്യരന്നെ അത് പറഞ്ഞേ കളി കഴിഞ്ഞ ശേഷം എന്താണ് ഞാൻ പറഞ്ഞോളി. ഇതാണ് ടീം, ഇതാണ് കളി, ഇതാണ് ക്യാപ്റ്റൻ പറയാണ് ഇന്റെ സെഞ്ചുറി അല്ല ഇവിടെ വിഷയം, ഇവിടെ നമ്മളെ വിജയമാണ് പ്രധാനം. നിങ്ങളെ വലിയ ബൗളർ സിറാജ് ഇരുന്നല്ലോ ലാസ്റ്റ് എറിഞ്ഞത്, ഒക്കെ അതൊക്കെ എടുക്കണേ. 23 റൺസാണ് ലാസ്റ്റ് ഓവറിൽ വന്നത്. മറ്റേ കണാരൻ പറഞ്ഞവരെ ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. നമ്മൾ ഇനി കാണ്ടുകാരണം ആടി നടക്കേണ്ടി വരും. അയ്യരെ ഞങ്ങൾ ജയിച്ചു 100 വല്ലാത്ത കളി ജയിച്ചു. ചങ്ങായിക്ക് 2 ഓവറോളം ഉണ്ടായിരുന്നു, 1.5 ഓവറോളം ഉണ്ടായിരുന്നു ബാക്കി. ഇങ്ങോട്ട് ഓനക്ക് സെഞ്ചുറി അയ്യർക്ക് 6 അടിച്ചിട്ട് അറിയില്ല. എല്ലാ ബോളും ഇവിടെ അടിച്ചില്ല. ഒരു ബോൾ സിംഗിൾ എടുക്കണേ, എല്ലാ ബോളും 6ഉം 4ഉം അല്ല, ഒരു ഡബിൾ ബാക്കി 6ഉം 4ഉം. രണ്ട് ഗുണം 6 4 അല്ല അതിൽ വന്നത്. പിന്നെ വേറെന്ത് ചെയ്യാനാണ് സിംഗിളൊക്കെ എടുത്തൊടുക്കാനിട്ടോ. ഞങ്ങള് തോറ്റല്ല. ഇതാണ് ഈ ഗുജറാത്തേരെ അവസ്ഥ. ഒരു ഗുജറാത്തേര് എന്തിനാ ഞങ്ങൾ വെറുതെ പറയിപ്പിക്കാൻ പറഞ്ഞത്. നിങ്ങൾ തോറ്റതല്ല പ്രശ്നം, ഞങ്ങളെ ക്യാപ്റ്റൻ സെഞ്ചുറി അടിച്ചില്ല, അതുകൊണ്ട് നിങ്ങൾ ജയിച്ചു അല്ലെ. ഞങ്ങളെ ക്യാപ്റ്റൻ സെഞ്ചുറി, ഞങ്ങൾക്കൊരു സങ്കടം ഉണ്ട് ചങ്ങായിക്കൊരു സെഞ്ചുറി കണ്ടേ. ഇതാണ് ഒരവസ്ഥ. ഇത് ഗുജറാത്ത് അത് നോക്കണ്ട. ഉണ്ടായതുകൊണ്ട് ഒരു കപ്പും ഉണ്ടായി. അതിന് പ്രിൻസ് ഉണ്ട്. അത് അടിച്ചില്ലേ. പിന്നെ ബട്ട്ലർ അടിച്ചു, റുദർഫോർഡ് അടിച്ച്, പിന്നെ സായി കിഷോറിന്റെ അടി. എന്താ സായി കിഷോർ അല്ലേ, സായി സുദർശൻ അല്ലേ, സായി കിഷോർ ഞങ്ങൾ അടിച്ചു. അത് ശരി. സായി കിഷോറിന്റെ ബോളിംഗ് എന്തേലും എന്താണ് അത് കണ്ടിട്ട് 2 സിക്സർ. അത് കഴിഞ്ഞിട്ട് തൊട്ട് പിന്നാലെ ഞങ്ങളെ എക്കണോമി എത്ര 2 വിക്കറ്റ് കിട്ടിയാണ്. ഇങ്ങനെ നിക്കുമ്പോ ഇങ്ങനെ നിക്കാണ്. അത് 2 സിക്സ് അത്രല്ലേ ഉള്ളൂ, ബാക്കി ഫുള്ള് അടിച്ചില്ലേ. 244 ആട്ടം ഞങ്ങൾ അടിച്ചിരിക്കണേ. നിങ്ങൾ തോറ്റും ചെയ്തിരിക്കണേ. എന്നിട്ട് ഞങ്ങള് ബാറ്റ്സ്മാൻമാര് ഇങ്ങളെ അടിച്ചിക്കണേ, നിങ്ങളെ ബാറ്റ്സ്മാൻമാര് ഞങ്ങളെ അടിച്ചിരിക്കണം. പക്ഷെ ഒരു 2 ബോളും കൂടി എക്സ്ട്രാ ഷാറൂഖ് 2 6 അടിച്ചാൽ അത് 20 ഓവറിന്റെ നമുക്ക് വേണമെങ്കിൽ 2 കൊടുക്കാൻ പറ്റും ചോദിച്ചു നോക്കാം. നിങ്ങൾ തോറ്റ് സമ്മതിച്ചാലേ.